A great welcome back to the online YouTube channel. The previous class we discussed about the topic Renaissance. What is Renaissance and the key features of that Renaissance? ഓക്കെ, നമുക്കറിയാം നവോത്ഥാനം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു പുത്തൻ ഉണർവാണ് എന്ത് പറയുന്നത്, നവോത്ഥാനം എന്ന് പറയുന്നത്. Renaissance is a new awakening in the all spheres of human life. മനുഷ്യ ജീവിതത്തിലെ എല്ലാ മേഖലയിലും വന്നിട്ടുള്ള ഒരു പുത്തൻ ഉണർവിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റിനൈസൻസ്, നവോത്ഥാനം. ഈ നവോത്ഥാനം ഏത് രാജ്യങ്ങളിലാണ് ഉണ്ടായത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് രാജ്യങ്ങളിലാണ് ഉണ്ടായത്? അതെ, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലാണ് ആദ്യം നവോത്ഥാനം പൊട്ടിപ്പുറപ്പെടുന്നത്. നമ്മൾ ആ റിനൈസൻസിന്റെ കീ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അതിന്റെ സവിശേഷതകൾ. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, വാട്ട് ആർ ദി ഐഡിയൽസ് ഓഫ് റിനൈസൻസ്, എന്താണ് നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് ചോദിക്കും. വാട്ട് ആർ ദി ഐഡിയൽസ് ഓഫ് റിനൈസൻസ്, എന്താണ് നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ അത് ആൻസർ ചെയ്യേണ്ടത്, നമുക്കറിയാം ഹ്യൂമനിസം, മാനവികത. ഈ മാനവികതയാണ് എന്തിന് കാരണമാകുന്നത്, റിനൈസൻസിന്, യൂറോപ്പിലെ റിനൈസൻസിന് കാരണമാകുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മാറ്റർ ആണ് ഇത്. ഓക്കെ, റിനൈസൻസിന്റെ കീ ഫീച്ചേഴ്സ് ആദ്യത്തേതാണ് ഹ്യൂമനിസം. വാട്ട് ഈസ് ഹ്യൂമനിസം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ. ഓക്കെ, റിനൈസൻസിൽ ഹ്യൂമനിസം എങ്ങനെയാണ് ബാധകമാകുന്നതെന്ന് വെച്ചാൽ, ദ ഹ്യൂമനിസം ദാറ്റ് ഇൻസ്പയർഡ് ദി യുണീക് തോട്ട്സ് ഓഫ് യൂണിവേഴ്സ് ആൻഡ് ദി ഹ്യൂമൻ ലൈഫ്. പ്രപഞ്ചത്തെക്കുറിച്ചും അതുപോലെ മനുഷ്യ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുവാൻ ആളുകളെ പ്രേരിപ്പിച്ച ഒന്നാണ് ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ, മാനവികത എന്ന് പറഞ്ഞാൽ. മനുഷ്യരെ കുറിച്ച് ചിന്തിക്കുവാൻ അന്നത്തെ യൂറോപ്പിലെ ജനങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള ഈ ഒരു പുത്തൻ ഉണർവ് അല്ലേ, മനുഷ്യ ജീവിതത്തെ പ്രമേയമാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഉണർവ്, അതാണ് റിനൈസൻസ്. അപ്പൊ ഹ്യൂമനിസം അതിലൊരു ഇമ്പോർട്ടൻറ്റ് കീ ഫീച്ചേഴ്സ് ആണ്. ആൻഡ് ദി സെക്കൻഡ് വൺ, റാഷണൽ തിങ്കിങ്. എങ്ങനെയാണ് റാഷണൽ തിങ്കിങ് ഇതിന്റെ ഒരു ഐഡിയൽ, ഇതിന്റെ ഒരു ആശയമായിട്ട് വരുന്നത്? റാഷണൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ യുക്തിപരമായിട്ട് ചിന്തിക്കുക. നമുക്കറിയാം, യൂറോപ്പിൽ പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്ന പല ദുരാചാരങ്ങളെയും അവരെന്ത് ചെയ്യാൻ തുടങ്ങി, യുക്തിപരമായിട്ട് ചിന്തിച്ചപ്പോൾ അതെല്ലാം എടുത്ത് ഒഴിവാക്കുവാൻ തുടങ്ങി. ഈ ആചാരമെല്ലാം എന്താണ്, ഇറ്റ് ഈസ് ഫാൾട്ട്, ഇതെല്ലാം തെറ്റാണ് എന്ന് അവർ ചിന്തിക്കുവാൻ തുടങ്ങിയത് എന്തിൻ്റെ ഭാഗമായിട്ടാണ്, ദ റാഷണൽ തിങ്കിങ്. അവർ എന്ത് കാര്യവും എന്ത് യുക്തിപരമായിട്ട് ബുദ്ധിപൂർവം ചിന്തിക്കുവാൻ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ അടുത്ത കീ ഫീച്ചർ ആണ് എന്ത് പറയുന്നത്, ദ സയന്റിഫിക് ടെമ്പർ. സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ ശാസ്ത്രബോധം. അവരുടെ എല്ലാ മേഖലയിലും എന്ത് കടന്നു വരാൻ തുടങ്ങി, സയൻസ് കടന്നു വരാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് യൂറോപ്പിലെ ജനങ്ങൾക്കിടയിൽ എന്ത് വരുന്നത്, സയന്റിഫിക് ടെമ്പർ, ഒരു ശാസ്ത്രബോധത്തെ കുറിച്ചുള്ള ചിന്ത വരുന്നത്. ആൻഡ് ദി ലാസ്റ്റ് വൺ ആണ് എന്ത്, സ്പിരിറ്റ് ഓഫ് എൻക്വയറി. അതായത് എന്തും അന്വേഷിച്ച് കണ്ടെത്തുവാനുള്ള മനോഭാവം, ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി. യൂറോപ്പിലെ ജനങ്ങൾക്കിടയിൽ എന്ത് വളർന്നു വരുവാൻ തുടങ്ങി, സ്പിരിറ്റ് ഓഫ് എൻക്വയറി കടന്നു വരുവാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് റിനൈസൻസ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം, ഹ്യൂമനിസവും റാഷണൽ തിങ്കിങ്ങും സയന്റിഫിക് ടെമ്പറും അതുപോലെ സ്പിരിറ്റ് ഓഫ് എൻക്വയറി എല്ലാം കൂടി ചേർന്നപ്പോഴാണ് യൂറോപ്പിൽ എന്ത് വരുന്നത്, റിനൈസൻസ് എന്ന് പറയുന്ന ഒരു പുത്തൻ ഉണർവ് യൂറോപ്പിലെ ജനങ്ങൾക്കിടയിൽ ഉണർന്നു വരുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ്, റിനൈസൻസിന്റെ ഐഡിയൽസ് ആണ്, ആശയങ്ങളാണ്, ഫീച്ചേഴ്സ് ആണ്. നോക്കാൻ പോകുന്നത്, ദ റിനൈസൻസ് ഇൻഫ്ലുവൻസ് ദി ഡിഫറെന്റ് സ്ഫിയേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ നവോത്ഥാനം കടന്നു വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട മേഖലകൾ, ദ ഡിഫറെന്റ് സ്ഫിയേഴ്സ്? ഏതൊക്കെ പ്രധാനപ്പെട്ട മേഖലകളാണത്? അതിൽ ആദ്യത്തേതാണ് ദ ലിറ്ററേച്ചർ, ദ റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ.
സാഹിത്യത്തിൽ കടന്നു വന്നിട്ടുള്ള നവോത്ഥാനം. ആൻഡ് സെക്കൻഡ് വൺ റിനൈസൻസ് ഇൻ ആർട്സ്, കലാപരമായിട്ട് കടന്നു വന്നിട്ടുള്ള നവോത്ഥാനം. ആൻഡ് തേർഡ് വൺ റിനൈസൻസ് ഇൻ സയൻസ്, സയൻസിൽ കടന്നു വന്നിട്ടുള്ള നവോത്ഥാനം. ഇതൊക്കെ ഏതൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നുമാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് റിനൈസൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം, റിനൈസൻസ് നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. റിനൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ന്യൂ അവേക്കനിങ് ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ബിക്കം വിസിബിൾ ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ കണ്ടുവന്ന ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ഒരു പുത്തനുണർവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിനൈസൻസ്. റിനൈസൻസിൻ്റെ ഫീച്ചേഴ്സാണ് എന്ത്? ഹ്യൂമനിസം. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് എന്ത്? ഹ്യൂമനിസം. അതുപോലെ റാഷണൽ തിങ്കിങ്, സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് ദി സയൻറ്റിഫിക് ടെമ്പർ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിനൈസൻസ് സമൂഹത്തിലെ വിവിധ മേഖലകളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ വി ആർ എക്സാമിങ് the Renaissance influenced the different spheres of social life. സമൂഹത്തിലെ വിവിധ മേഖലകളിലെ റിനൈസൻസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഏതൊക്കെ മേഖലകളിലാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തേതാണ് റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ, ആൻഡ് ദി സെക്കൻഡ് വൺ റിനൈസൻസ് ഇൻ ആർട്സ്, ആൻഡ് ദി തേർഡ് വൺ റിനൈസൻസ് ഇൻ സയൻസ്. എന്നിങ്ങനെ മേഖലകളിലാണ് നമ്മുടെ നവോത്ഥാനം എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിലാദ്യത്തെ നമുക്ക് നോക്കാം, റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ. ഓക്കെ, ദ ഫസ്റ്റ് പോയിന്റ്, പെട്രാർക്ക്, ഹി വാസ് ദി വൺ ഓഫ് ദി എമിനൻറ്റ് റൈറ്റേഴ്സ് ഓഫ് ദി റിനൈസൻസ് പീരീഡ്. റിനൈസൻസ് സമയത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു റൈറ്ററായിരുന്നു പെട്രാർക്ക്. പെട്രാർക്കിൻ്റെ കാലഘട്ടം സൂചിപ്പിക്കുന്നുണ്ട്. 1304 to 1374 വരെയാണ് പെട്രാർക്കിൻ്റെ കാലഘട്ടം. ആൻഡ് ഹീ ഈസ് എ എമിനൻറ്റ് റൈറ്റർ ഓഫ് ദി റിനൈസൻസ് പീരീഡ്. റിനൈസൻസ് കാലഘട്ടത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിരുന്നു ആര്? പെട്രാർക്ക്. ആരാണ്? പെട്രാർക്ക്. സോ ഹീ ഈസ് ഓൾസോ നോൺ ആസ് ദി ഫാദർ ഓഫ് റിനൈസൻസ്. അതുകൊണ്ട് അദ്ദേഹത്തെ എന്തും വിളിക്കുന്നുണ്ട്? നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നുണ്ട്. സോ ഹീ ഈസ് ഓൾസോ നോൺ ആസ് ദി ഫാദർ ഓഫ് റിനൈസൻസ്. നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാന വർക്കാണ് സീക്രട്ടം. എന്താണ്? സീക്രട്ടം. ദ മാഗ്നം ഒപ്പസ് ഓഫ് ദി പെട്രാർക്ക് ഈസ് സീക്രട്ടം. മാഗ്നം ഒപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ സൃഷ്ടി, അതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നം ഒപ്പസ്. ഓക്കെ, ദ മാഗ്നം ഒപ്പസ് ഓഫ് പെട്രാർക്ക് ഈസ് സീക്രട്ടം. അപ്പം റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് പെട്രാർക്കാണ് ഫാദർ ഓഫ് റിനൈസൻസ്. ഹി വാസ് ദ വൺ ഓഫ് ദി എമിനൻറ്റ് റൈറ്റർ ഓർ ദി ഇമ്പോർട്ടൻറ്റ് റൈറ്റർ ഇൻ റിനൈസൻസ് പീരീഡ്, ആൻഡ് ഹിസ് മേജർ വർക്ക് ഇറ്റ് വാസ് സീക്രട്ടം. Okay, now we are going to another important writers, that are Dante, Boccaccio, Cervantes, Erasmus. ആരൊക്കെയാണ്? ഡാൻറ്റെ, ബൊക്കാച്ചിയോ, ഇറാസ്മസ്, സെർവാൻറ്റസ്. ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട റൈറ്റേഴ്സ്. അവരുടെ ബുക്കുകളും അവരുടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡാൻറ്റെ ദ ഡിവൈൻ കോമഡി എന്ന് പറയുന്ന ഒരു വർക്കാണ് അദ്ദേഹത്തിൻ്റെത്. ഓക്കെ, ബൊക്കാഷിയോ നോക്കാം, ദ ഡെക്കാമറോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ പേര്. ഓക്കെ, സെർവാൻറ്റസിൻ്റെ നോക്കാം, ഡോൺ ക്വിക്സോട്ട്. ഡോൺ ക്വിക്സോട്ട് സെർവാൻറ്റസിൻ്റെ വർക്കാണ്. ഇറാസ്മസിൻ്റെ നോക്കാം, ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഓക്കെ, ഇത്രയുമാണ് അന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സും അവരുടെ വർക്കുകളും. അപ്പോൾ ആദ്യത്തേത് ആരാണ്? പെട്രാർക്കാണ്. പെട്രാർക്കിൻ്റെ വർക്കിൻ്റെ പേരെന്താ? സീക്രട്ടം. ദ നെക്സ്റ്റ് വൺ ഡാൻറ്റേൻ്റെ വർക്കിൻ്റെ പേരെന്താ? ദ ഡിവൈൻ കോമഡി. ദ തേർഡ് പേഴ്സൺ ഈസ് ബൊക്കാഷിയോയുടെ വർക്കിൻ്റെ പേര് ദ ഡെക്കാമറോൺ. ആൻഡ് ദി ഫോർത്ത് വൺ സെർവാൻറ്റസിന് എന്താ? ഡോൺ ക്വിക്സോട്ട്.
ഓക്കെ, ലാസ്റ്റ് വൺ ഇറാസ്മസിൻ്റെ വർക്കിൻ്റെ പേര് ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഇത്രയുമാണ് ലിറ്ററേച്ചറിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആളുകളുടെ പേരുകൾ. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, റിനൈസൻസ് ഇൻ ആർട്സ്. കലാപരമായിട്ട് എന്തൊക്കെ ആണ് നവോത്ഥാനം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. നവോത്ഥാനം ഈ കലാമേഖലയെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്ത് നോക്കാം. ദ റിനൈസൻസ് സ്പിരിറ്റ് വാസ് മോസ്റ്റ് പ്രൊണൗൺസ്ഡ് ഇൻ പെയിൻറ്റിങ്. അതായത് നവോത്ഥാനത്തിലും ചിത്രകലയിലും നവോത്ഥാന മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നോക്കാം, ലിയോനാർഡോ ഡാവിഞ്ചി വാസ് വൺ ഓഫ് ദി ഗ്രേറ്റ് പെയിൻറ്റർ ഓഫ് ദി പീരീഡ്. അപ്പോൾ ആരാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെയിൻറ്റർ? ആരാണ്? ലിയോനാർഡോ ഡാവിഞ്ചി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്. അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ്, മേജർ വർക്കുകളാണ്. ഒന്നാമത്തെ വർക്കാണ് മൊണാലിസ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരുപാട് കേട്ടിട്ടുണ്ടാവും മൊണാലിസയുടെ ചിത്രം. അതുപോലെ ദ ലാസ്റ്റ് സപ്പർ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ. ഏതൊക്കെയാണ്? ദ മൊണാലിസ ആൻഡ് ദി ലാസ്റ്റ് സപ്പർ ആർ ഹിസ് ഫേമസ് പെയിൻറ്റിങ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളാണ് ഏതൊക്കെ? ലിയോനാർഡോ ഡാവിഞ്ചിയുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് ഏത്? മൊണാലിസയും അതുപോലെ ദി ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന ചിത്രവും. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ലിയോനാർഡോ ഡാവിഞ്ചി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എമിനൻ്റ് ഒരു പെയിൻറ്റർ ആയിരുന്നു. ആര്? ചിത്രകാരൻ. പിന്നെ പെയിൻറ്റർ എന്ന് പറഞ്ഞാൽ ചിത്രകാരൻ ആയിരുന്നു. ആര്? ലിയോനാർഡോ ഡാവിഞ്ചി. ഒരുപാട് ലോക പ്രശസ്ത നമ്പർ 1 പെയിൻറ്റേഴ്സിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളാണ്. ഒന്നാമത്താണ് മൊണാലിസയുടെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ ദ ലാസ്റ്റ് സപ്പർ യേശു ക്രിസ്തുവിൻ്റെ അവസാനത്തെ അത്താഴം എന്ന് സൂചിപ്പിക്കുന്നതാണ് ദ ലാസ്റ്റ് സപ്പർ പറയുന്നത്. ഇതിൻ്റെ രഹസ്യങ്ങൾ ഇനിയും ചുരുളഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പലരും അഭിപ്രായം. അപ്പോൾ ഇത് ലിയോനാർഡോ ഡാവിഞ്ചിയുടെ 2 വർക്കുകളാണ്. ഒന്ന് മൊണാലിസയും അതുപോലെ ദി ലാസ്റ്റ് സപ്പർ. അതുപോലെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചിത്രകാരനാണ് മൈക്കലാഞ്ചലോ. അദ്ദേഹത്തിൻ്റെ ഇതാണ് ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ പെയിൻറ്റിങ്. വളരെ പ്രശസ്തമായിട്ടുള്ള പെയിൻറ്റിങ്ങാണ് ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. ഇതൊക്കെ ചിത്രങ്ങളാണ് കേട്ടോ. ഈ ചിത്രകാരന്മാർ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് ഡാവിഞ്ചി വരച്ച ചിത്രങ്ങളാണ് മൊണാലിസയും അതുപോലെ ദ ലാസ്റ്റ് സപ്പറും. അതുപോലെ മൈക്കലാഞ്ചലോ വരച്ച ചിത്രങ്ങളാണ് ദി ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ മാറിപ്പോയത്, ലാസ്റ്റ് സപ്പർ ആര് വരച്ചതാണ്? ഡാവിഞ്ചി വരച്ചതാണ്. ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് മൈക്കലാഞ്ചലോ വരച്ചതാണ്. അതുപോലെ റാഫേലിൻ്റെ ദ സ്കൂൾ ഓഫ് ഏഥൻസ്. റാഫേൽ എന്ന് പറയുന്ന ചിത്രകാരൻ, പെയിൻറ്റർ വരച്ചിട്ടുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ചിത്രമാണ് ദ സ്കൂൾ ഓഫ് ഏഥൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ആർട്ടിൽ നോക്കാം. അപ്പോൾ ആർട്ട് എന്ന് പറയുന്നത് അത് ചിത്രകലയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒന്നല്ല, അല്ലേ? കലാപരമായിട്ട് പറഞ്ഞാൽ പല മേഖലയും കലാപരമായിട്ടുള്ള കഴിവുകളുള്ളതുണ്ട്. അപ്പോൾ ദ എക്സലൻസ് ഇൻ ആർട്ട് വാസ് നോട്ട് ലിമിറ്റഡ് ടു പെയിൻറ്റിങ്. അത് ചിത്രകലയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. നവോത്ഥാനത്തിൻ്റെ കടന്നുവരവ് ചിത്രകലയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഏതൊക്കെ മേഖലകളിലാണ് നോക്കുക? ദ സബ്ലൈം വർക്ക്സ് വെർ ക്രിയേറ്റഡ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് ആർക്കിടെക്ചർ, സ്കൾപ്ചർ ആൻഡ് മ്യൂസിക്. അതായത് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ വാസ്തുവിദ്യ. വലിയ വലിയ ഗോപുരങ്ങളും വലിയ വലിയ കെട്ടിടങ്ങളും ഉണ്ടാക്കുന്ന പള്ളികളൊക്കെ ഉണ്ടാക്കുന്ന വിദ്യ, അതാണ് ആർക്കിടെക്ചർ, വാസ്തുവിദ്യ. ആൻഡ് സ്കൾപ്ചർ, ശില്പവിദ്യ, ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അതിന് പറയുന്നത് സ്കൾപ്ചർ. ആൻഡ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ സംഗീതം. ഈ മേഖലകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്? കലാപരമായിട്ട് നവോത്ഥാനം കടന്നു വന്നിട്ടുണ്ട്. ഏതൊക്കെ നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ നോക്കാം, ദ പ്രൊമിനൻറ്റ് സ്കൾപ്ചേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് ആൻഡ് ദെയർ വർക്ക്സ്. പ്രധാനപ്പെട്ട ശില്പികളും അവരുടെ വാസ്തുവിദ്യയും ശില്പവിദ്യയും ഒക്കെയാണ് പറയുന്നത്. ആദ്യത്തെ നോക്കാം, ലോറൻസോ ഗിബർട്ടി. ആദ്യത്തെ ആളാണ് ലോറൻസോ ഗിബർട്ടി. അദ്ദേഹം ചെയ്തിട്ടുള്ള വർക്കാണ് ദ ഡോർ ഓഫ് ദി ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്ററി. ബാപ്റ്റിസ്റ്റിക് പള്ളിയുടെ ഒരു വാതിലിൽ അദ്ദേഹം കൊത്തിവെച്ച ശില്പങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാസ്തുവിദ്യയാണ് ഈ കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ പള്ളിയുടെ ഫ്രണ്ട് വാതിലിൽ കൊത്തിവെച്ചിരിക്കുന്ന ഒന്നാണ് ദ ഡോർ ഓഫ് ദി ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്ററി എന്ന പള്ളിയുടെ ഒരു വാതിലാണ്. അടുത്തത് നോക്കാം. അടുത്ത ഒരു സ്കൾപ്റ്ററാണ് ഡൊണാറ്റലോ. അദ്ദേഹത്തിൻ്റെ ഗട്ടമെലീറ്റ എന്ന് പറഞ്ഞാൽ ശില്പവിദ്യയാണ്. അദ്ദേഹം ഉണ്ടാക്കിയ ശില്പമാണ് ഗട്ടമെലീറ്റ. ഗട്ടമെലീറ്റയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് ഡൊണാറ്റലോയുടെ.
ഇത്രയുമാണ് എന്തിൽ പറയുന്നത്, നമ്മുടെ റിനൈസൻസ് ഇൻ ആർട്ടിൽ പറയുന്നത്. ഒന്നുകൂടി നോക്കാം. റിനൈസൻസ് ഇൻ ആർട്ട്, അന്നത്തെ പ്രധാനപ്പെട്ട വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പെയിൻറ്റർ ആയിരുന്നു ആര്? ലിയനാർഡോ ഡാവിഞ്ചി. അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ് മൊണാലിസ ആൻഡ് ലാസ്റ്റ് സപ്പർ. ലിയനാർഡോ ഡാവിഞ്ചി അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ് മൊണാലിസ ആൻഡ് ദി ലാസ്റ്റ് സപ്പർ. പിന്നെ അതുപോലെ മൈക്കലാഞ്ചലോൻ്റെ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. പിന്നെ നെക്സ്റ്റ് റാഫേലിൻ്റെ ഒരു വർക്കാണ് ദ സ്കൂൾ ഓഫ് ഏതൻസ്. പിന്നെ നമ്മൾ പറഞ്ഞു ചിത്രകലയിൽ മാത്രമല്ല മറ്റു ചില മേഖലകളിലും എന്തുണ്ട്, റിനൈസൻസ് കടന്നു വന്നിട്ടുണ്ട്. ആർക്കിടെക്ചർ, അതായത് വാസ്തുവിദ്യയിലും, സ്കൾപ്ചർ ശില്പവിദ്യയിലും, ആൻഡ് മ്യൂസിക് സംഗീതത്തിലും എല്ലാം നവോത്ഥാനം കടന്നു വന്നിട്ടുണ്ട്. ഏതൊക്കെ നോക്കാം. ലോറൻസോ ഗിബർട്ടി എന്ന് പറയുന്ന ആളുടെ അദ്ദേഹത്തിൻ്റെ വാസ്തുവിദ്യയുടെ അടിസ്ഥാനത്തിലുള്ള ഒന്നാണ് എന്ത്, ദ ഡോർ ഓഫ് ദി ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്ററി എന്ന് പറയുന്ന ഒരു പള്ളിയുടെ വാതിൽക്കൽ കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങളാണ്. അതുപോലെ ഡൊണാറ്റലോയുടെ ഗെറ്റമെലീറ്റ. അപ്പോൾ ഇത്രയുമാണ് ദ റിനൈസൻസ് ഇൻ ആർട്സ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് റിനൈസൻസ് ഇൻ സയൻസ്. ശാസ്ത്രരംഗത്ത് എന്തൊക്കെ നവോത്ഥാന മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. നമുക്കറിയാം, ഓരോ പോയിന്റ് നമുക്ക് നോക്കാം. യു ഹാവ് ലേൺഡ് that the sun is the center of the solar system and all planets include the sun, earth. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന റിനൈസൻസ് ഇൻ സയൻസ്, ശാസ്ത്രത്തിലെ നവോത്ഥാനത്തിൻ്റെ കടന്നുവരവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. You have learned that the sun is the center of the solar system and all planets including the earth revolve around it. നമുക്കറിയാം സോളാർ സിസ്റ്റത്തിലെ സെൻറ്റർ പോയിൻ്റ് ആയതാണ് സൺ. ഇറ്റ് ഈസ് സൺ. ആൻഡ് ദി ഓൾ പ്ലാനറ്റ്സ്, മറ്റു ഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ദി എർത്ത്, ഭൂമിയും എല്ലാം മറ്റു ഗ്രഹങ്ങളും ആരെയാണ് റിവോൾവ് ചെയ്യുന്നത്, ഭ്രമണം ചെയ്യുന്നത് ആരെയാണ്? അതെ, അറൗണ്ട് ഇറ്റ്, സണ്ണിനെയാണ് എന്ത് ചെയ്യുന്നത്, എല്ലാം ചുറ്റുന്നത് എന്ന് നമുക്കറിയാം. ബട്ട് ഫോമർലി ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ്, പക്ഷെ പണ്ട് കാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു, പണ്ട് കാലങ്ങളിൽ പറഞ്ഞാൽ നവോത്ഥാനത്തിൻ്റെ മുമ്പൊക്കെ ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ് ദി എർത്ത് വാസ് ദി സെൻറ്റർ ഓഫ് ദി യൂണിവേഴ്സ്. അപ്പോൾ ആളുകളുടെ പണ്ട് കാലത്തുള്ള നവോത്ഥാന കാലഘട്ടത്തിന് മുമ്പുള്ള ആളുകളൊക്കെ വിചാരിച്ചിരുന്നത്, അവരൊക്കെ ബിലീവ്ഡ് ദാറ്റ് ദി എർത്ത് വാസ് ദി സെൻറ്റർ ഓഫ് ദി യൂണിവേഴ്സ്. പ്രപഞ്ചത്തിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു, എർത്തായിരുന്നു എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. ഭൂമിയായിരുന്നു പ്രപഞ്ചത്തിൻ്റെ സെൻറ്ററിൽ അവർ വിചാരിച്ചിരുന്നത്. ഇൻ ദി റിനൈസൻസ് പീരീഡ്, അങ്ങനെ നവോത്ഥാന കാലഘട്ടത്തിലാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫാൾസ്. ഇങ്ങനെ വിശ്വാസം എർത്ത് സെൻറ്റർ ആണെന്ന് പറയുന്ന ഈ ഒരു വിശ്വാസം ഫാൾസ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് ഏത് കാലഘട്ടത്താണ്? റിനൈസൻസ് പീരീഡാണ്. ദിസ് ബിലീഫ് വാസ് പ്രൂവൺ ഫാൾസ്. ആരാ നോക്കാം. കോപ്പർനിക്കസ്, one of the important scientists. The Copernicus propounded the theory of the solar system. സോളാർ സിസ്റ്റം എന്ന് പറയുന്ന തിയറി, അദ്ദേഹത്തിൻ്റെ സൗരയുദ്ധ തിയറി കൊണ്ടുവന്നതോട് കൂടിയാണ് ഇത് എർത്ത് എന്ന് പറയുന്നതാണ് സോളാർ സിസ്റ്റത്തിലെ സെൻട്രൽ പോയിന്റ് എന്നുള്ളത് ഫാൾസ് ആയിട്ട് വരുന്നത്. The Copernicus propounded the theory of the solar system and announced that the earth revolves around the sun. അങ്ങനെ അദ്ദേഹം തെളിയിക്കുകയാണ് എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ. സൂര്യനെ ഭൂമിയാണ് ചുറ്റുന്നതെന്ന്, സൂര്യനാണ് സോളാർ സിസ്റ്റത്തിലെ സെൻട്രൽ പോയിന്റ് എന്ന് ആര് തെളിയിക്കുകയാണ്? കോപ്പർനിക്കസിന്റെ സോളാർ സിസ്റ്റം തിയറി ഓഫ് ദി സോളാർ സിസ്റ്റത്തിൽ പറയുകയാണ്. ആൻഡ് ഓൾസോ ഗലീലിയോ ഗലീലി ഇൻവെന്റഡ് ദി ടെലിസ്കോപ്പ് ആൻഡ് യൂസിങ് ഇറ്റ് he scientifically proved that the theory put forward by Copernicus was true. അങ്ങനെ കോപ്പർനിക്കസ് കൊണ്ടുവന്ന ഈ തിയറി സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തത് എങ്ങനെയാണ്? ഗലീലിയോയുടെ ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചതോടു കൂടിയാണ് ഇത് ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ദൂരദർശിനി കണ്ടുപിടിച്ചതോടു കൂടിയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പർനിക്കസും ഗലീലിയോയും റിനൈസൻസ് പീരീഡിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളാണ്. അപ്പം മനസ്സിലാക്കി വെക്കണം. And next one നോക്കാം. It became easier to propagate the Renaissance ideas widely among the masses with the invention of the printing press by Gutenberg. അപ്പോൾ
അടുത്ത പറയുന്നതാണ് റിനൈസൻസിൻ്റെ ആശയങ്ങൾ, റിനൈസൻസ് ഐഡിയാസ്. റിനൈസൻസിൻ്റെ ആശയങ്ങൾ ജനങ്ങളിലോട്ട് എത്തിച്ചത് ഏത് വഴിയാണ്? ദ ഇൻവെൻഷൻ ഓഫ് ദി പ്രിൻറ്റിംഗ് പ്രസ്. പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. പ്രിൻറ്റിംഗ് പ്രസ് ആരാണ് കണ്ടുപിടിച്ചത് എന്നുള്ളത് ഗുട്ടൻബർഗ്. ആരാണ്? ഗുട്ടൻബർഗ്, ജോഹന്നാസ് ഗുട്ടൻബർഗ്. അദ്ദേഹമാണ് എന്ത് അച്ചടി യന്ത്രം, അതായത് പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത്. ഓക്കെ, ദ സ്റ്റോറി ഓഫ് പ്രിൻറ്റിംഗ്. ദ പ്രിൻറ്റിംഗ് പ്രസ് വാസ് ഇൻവെൻറ്റഡ് ബൈ എ ജർമ്മൻ ബ്ലാക്ക് സ്മിത്ത്. ഒരു ജർമ്മൻ ആശാരിയായിരുന്ന ഒരാളാണ് എന്ത് ഇത് കണ്ടുപിടിച്ചത്, ജോഹന്നസ് ഗുട്ടൻബർഗ്. ഇൻ 4039 ഇത് കണ്ടുപിടിക്കുന്നത്. ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് റീപ്ലേസബിൾ വുഡൻ ആൽഫബറ്റ്, അതായത് എടുത്തു മാറ്റാൻ കഴിയുന്ന ആൽഫബറ്റുകൾ, അതായത് മരത്തുകൊണ്ട് ഉണ്ടാക്കിയ ആൽഫബറ്റുകൾ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയത്. ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിംഗ് ക്രിയേറ്റഡ് എ ന്യൂ റീഡിംഗ് കൾച്ചർ. പ്രിൻറ്റിങ്ങിൻ്റെ ഈ ഒരു പുതിയ കണ്ടുപിടുത്തം എന്ത് ചെയ്തിട്ടുണ്ട്? വായനാശീലം വളർത്തിയിട്ടുണ്ട് ആളുകൾക്ക്. ദിസ് റിസൾട്ട് ദ റവല്യൂഷണറി ചേഞ്ചസ് ഇൻ ദ ഡിഫ്യൂഷൻ ഓഫ് നോളജ്. ഇതെന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് മാറ്റങ്ങൾ എന്തിൽ വന്നിട്ടുണ്ട്? അറിവ് ആളുകളിലോട്ട് എത്തിക്കുന്നതിൽ അറിവിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു ടെക്നോളജി മറ്റു വൻകരകളിലോട്ടും അതുപോലെ സ്പ്രെഡ് ആയിട്ടുണ്ട്. ദ ടെക്നോളജി സ്പ്രെഡ് ടു ദി അതർ കോണ്ടിനെൻറ്റ്സ്. ഇത് മറ്റുള്ള കോണ്ടിനെൻറ്റ്സ് വൻകരകളിലോട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പ്രിൻറ്റിങ്ങിൻ്റെ നോളജ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് റിനൈസൻസ് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ്, ഡിഫറെൻറ്റ് സ്ഫിയേഴ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ആരും മറന്നു പോകരുത്. ഓക്കെ.